ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിഡിലും പോലത്തെ ഒരു സോളോ റാങ്കിഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇടയ്ക്ക് ഗൈസ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് മില്ലിലേക്കാണ്. മില്ലിലേക്ക് നോക്കുന്ന സമയത്ത് ഗൈസ് അത്യാവശ്യം ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗൈസ് മില്ലിറങ്ങി തൂത്ത് വരാൻ പോകുന്ന ഒരു കിഡിലും പോലത്തെ ഒരു മാച്ച് തന്നെയാണ്. എന്തായാലും താഴെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഗൈസ് ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പെട്ടെന്ന് ലൈക്ക് ചെയ്തു. കാരണം നിലത്ത് കാര്യം ഒത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിന്ന് തിരിയാൻ സമയം ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി വിചാരിക്കാം കേട്ടോ. ഇറങ്ങുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ജീത്തടിച്ചിരിക്കുന്ന റൂമ്പിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്, അതാണ് കിട്ടിയത്. അതേപോലെ ഗൈസ് നമുക്കുണ്ടല്ലോ VSS കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊട്ടുകൂടി ഒരു എനിമി വന്നു, അവന് VSS ഡാമേജ് കൊടുത്തിട്ടുണ്ടല്ലോ. നേരെ കേസ് നമ്മുടെ ഓസ്കാറിൻ്റെ പവർ ഇട്ടിട്ട് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി 7 ലെവൽ കേസ് ഇറങ്ങി അവിടെ കിടിലം പോലത്തെ കില്ല് കേട്ടോ. അവൻ്റെ അടുത്താണെങ്കിൽ മറ്റേ പൂച്ചാണ്ടിയില്ല കേസ്, അതിൻ്റെ സ്കില്ലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൂ ആളൊന്നും ഇട്ട് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയുണ്ടല്ലോ അവൻ നൈസായിട്ട് ആ ഒരു പവറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങ് പൊട്ടറാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കേസ് നമുക്ക് നടന്നിട്ടില്ല. ഗ്ലൂ ആളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കുള്ള പവറല്ലേ നമ്മളുള്ളത്. സോ അതടിച്ചിട്ട് അവനെ അടിച്ചു പോന്നിട്ട് ഒരു കില്ല് നമ്മൾ ഈ ഒരു യുദ്ധഭൂമിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മില്ല് താഴെ മൊത്തം ഫുൾ അടിയാണ്. സോ ആരും കയറി വരാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കേസ് EP ഒക്കെ ഒന്ന് സെറ്റാക്കി. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പയ്യെ കേസ് ലോങ്ങിലുള്ള എനിമീസിനൊക്കെ VSS അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഓപ്പണിൽ കേസ് നമ്മുടെ ആ ഒരു താടിയില്ലേ ആ റിവേൽ പോവിൻ്റെ സൈഡിലാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നൈസായിട്ടുണ്ടല്ലോ ആ ഒരു ചെറിയ വീടിനകത്ത് കയറിയിട്ട് പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞ് അവിടെ ശബ്ദം ചെയ്ത് നിൽക്കുമായിരുന്നു. എന്തായാലും അവന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ബാക്കിയുള്ള എനിമീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു. ഏതവനെ എവിടെയാണ് കണ്ണ് പറയാൻ വേണ്ടി പറ്റത്തില്ല. തൊട്ടുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തിനെ കണ്ടു. 72 ഹെഡ് ആദ്യമേ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാട്ടുവാഴനാണെങ്കിൽ ഉണ്ടല്ലോ അടിച്ച് കൊന്നതിന് ശേഷമാണെങ്കിൽ അവൻ ഗ്ലൂ ആൾട്ടത്. അവൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഞാൻ ഗ്ലൂ ആൾട്ടായിരുന്നു, എന്നിട്ടും അവനെ അടിച്ചു വന്നു, അവൻ ഹാക്കറാ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അവസ്ഥ ഒരുപാട് തൊട്ട് എനിക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏതായാലും അത്യാവശ്യം നോക്കുന്ന സമയത്ത് കേസ് ഇറങ്ങിയ അവിടെ തന്നെ 2 കില്ല് എടുത്തിട്ടുണ്ട്. 44 പേര് ചാകുന്ന ആൾക്കാരെ പിന്നെയും പൊങ്ങി വരുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കോയിനുള്ളത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ബഫ് മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ കോയിൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബഫില്ലേ കേസ്, അതായത് ആ ഒരു EP കൂടുന്നതും HP എന്താണ് കുറച്ചധികം കിട്ടുന്നതും അതേപോലെ സോൺ ബഫും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ. സോ അതൊക്കെ നൈസായിട്ട് മേടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഒരുത്തരാണെങ്കിൽ കേസ് എന്തിനെ ഇറങ്ങിയെന്ന് പോലും അറിയാതെ നമ്മുടെ ഒരു വീടിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇറങ്ങി അവിടെ സമാധിയായിട്ടുണ്ട്. അതേപോലെ കേസ് താഴെ നോക്കുന്ന സമയത്തും ഒരു എനിമിനെ കണ്ടായിരുന്നു, അവനെയും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ സ്കില്ല് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അവേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓസ്കാറിൻ്റെ സെറ്റ് പവറാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും കേസ് ഓസ്കാർ വേറെ ലെവൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് സ്കിൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കേസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എനിക്കറിയാം കേസ് കുറേ പേര് ഗെയിമൊക്കെ നിർത്തിക്കാണും, കുറേ പേര് തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും, കുറേ പേര് പിന്നെയും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ബൈ ദ വേ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിലും ഒരു പ്രശ്നമില്ല കേസ്, നമുക്ക് ഒന്നുകൂടി ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം കേട്ടോ. വേറെ ലെവലായിരിക്കും. ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. വന്ന് മേളിലേക്ക് നോക്കുന്ന സമയത്ത് കേസ് മില്ലിന് മേളിൽ നോക്കുമ്പോഴത്തേക്കും 2 പേര് കിടിലംപൊളിച്ച് ഫൈറ്റ് ആയിരുന്നു. ഒരുത്തനെ അടിച്ചു, അവനെ ഉണ്ടല്ലോ 3 സെക്കൻഡിൽ ഇട്ടിട്ട് അവനങ്ങോട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവൻ മറ്റേ ദിമിത്രിയുടെ ഒക്കെ പവറൊക്കെ ആയിരുന്നു തോന്നുന്നു കേസ്. ഇവരെ തമ്മിലടിയായിരുന്നു. സോ അവന്മാർ ഒരുത്തനെ അടിച്ച് കംപ്ലീറ്റ് ഒക്കെ ആക്കി. അവർ ആക്റ്റീവ് സ്കില്ലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ ഓസ്കാറിൻ്റെ ആ ഒരു പവറൊക്കെ ഇട്ടിട്ട് നേരെ കേസ് അവനെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കി വേറെ ലെവലായിട്ട് 5ാമത്തെ കില്ലെടുത്തു. ഇപ്പോൾ ചത്തവനാണ് കേസ് പിന്നെയും കേസ് പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവനെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഫാൽക്കോ പെറ്റ് പിന്നല്ല നമ്മളെങ്കിൽ പോട്ടറാക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലും ഫാൽക്കോ പെറ്റ് കയറിയിട്ട് നൈസായിട്ടുണ്ടല്ലോ ആ മേളിൽ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഒരു അടി പോലും കൊള്ളാതെ നേരെ ഇറങ്ങി നമ്മുടെ വായിലേക്ക് കയറി വന്നിട്ട് നമുക്ക് ആ ഒരു കില്ല് കിടിലം പോലത്തെ ഹെഡ് ഷോട്ടിൽ നമുക്ക് ആ ഒരു കില്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ ലെവൽ 6 കില്ല് കേസ്. ഓക്കെ, ഇതുവരെ മൊത്തം നമ്മൾ 6 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. 32 സ്റ്റിൽ ലൈവ് 10.7 റേറ്റിംഗും ഉണ്ട്. പിന്നെ 1200 കോയിനും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് മെഡിക്കിറ്റും അതേപോലെ വെസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കണം. ഒന്നാമത്തെ മുമ്പോട്ട് പോകുന്ന സമയത്ത് വലിയൊരു ഫൈറ്റൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് മാനേജ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ കേസ് കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ? ഒറോച്ചിമാരുടെ തലയും അതിൽ നീലയും വെള്ളയും കളറുള്ള ഒരു ഗൗണും എല്ലാം കൂടി ഇട്ട് കുറച്ച് ടെററായിട്ടില്ലേ. നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇയാൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ബണ്ടിലുണ്ട് കേസ്, നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്ത് വേണ്ട എണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. P90 അതേപോലെ കേസ് VSS എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് മെയിൻലി പറയണം ണ്ടായിരുന്നു. അതേ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സരസുൻ്റെ POV ആണ്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയ്ക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് സ്കോട്ട് കളിക്കുന്ന സമയത്ത് ഡിയോ കളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ POVയും കൂടെ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സോ അവരെന്നൊക്കെ നല്ല കിടിലം പോലെ കളിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അതിനുവേണ്ടി കേസ് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെയുണ്ട് ഗെയിം പ്ലേ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, അഥവാ ഇവൻ കൊള്ളത്തില്ല തരക്കേടില്ല എന്നൊക്കെ തോന്നുവാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു POV ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു മാച്ചിൽ തന്നെ എൻ്റെയും അതേപോലെ എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരുടെയും POV അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് 2 ഭാഗത്തുള്ള സ്കില്ലിൻ്റെ പവറും അതേപോലെ 2 പേരുടെയും ആ ഒരു ടാക്ടിക്സും ആ ഒരു സിനർജി എല്ലാം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 പേരുടെയും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ കളിക്കുന്ന 4 പേരുടെയും POV ഞാൻ അപ്ലോഡ് ചെയ്യാം. വേറെ ലെവൽ തന്നെയായിരിക്കും. അത് എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത് അറിയാലോ കേസ്, കുറച്ച് സീനാണേ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വൈബ് ആകാൻ പറ്റുന്നതായിരിക്കും. സോ പഴയ വൈബിലേക്കൊക്കെ വരണമെങ്കിൽ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആക്കണം. പിന്നെ കേസ് ഇപ്പോൾ ലൈവ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്.
അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയല്ലേ എനിക്കുണ്ടല്ലോ എൻ്റെ കൂടെയുള്ള ആൾക്കാരോടൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് കുറേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു തീരുമാനമൊക്കെ എടുത്ത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. സോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കേസ് നമ്മുടെ ചാനലിൻ്റെ ഒരു കമൻറ്റ് ബോക്സിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു എന്താണ് ഹൈപ്പിൻ്റെ ബട്ടൺ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നറിയാം ഹൈപ്പ് പോയിന്റ് കുറച്ച് എനിക്ക് തരുവാണെങ്കിൽ ഈ വീഡിയോ 4-5 പേരിലേക്ക് കുറച്ചുകൂടെ അധികം എത്തുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ നല്ലൊരു ബൂസ്റ്റും ആയിരിക്കും അത്. സോ വീഡിയോ കാണുന്ന ആളെല്ലാവർക്കും ജസ്റ്റ് ആ ഒരു കമൻറ്റ് ബോക്സിൻ്റെ സൈഡിലുള്ള ആ ഒരു ഹൈപ്പ് ബട്ടൺ കൂടെ മാക്സിമം ഞെക്കി പിടിച്ചിട്ട് ഹൈപ്പും കൂടെ തരാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ എന്താണ് ഈ ഇടയ്ക്കായിട്ട് ഞാൻ എല്ലാ വീഡിയോസിനും കമൻറ്റ് ബോക്സ് ഇങ്ങനെ ഇന്ന് തപ്പിക്കൊണ്ടിരുന്നിട്ട് നല്ല നല്ല കമൻറ്റ്സിന് എന്തായാലും ഞാൻ നല്ല കിടണം പോലത്തെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി മാക്സിമം അതിനുവേണ്ടി എഫോർട്ട് എടുക്കാറുണ്ട്. സോ അതുകൊണ്ട് മാക്സിമം ഗൈസ് എല്ലാവരും ഉണ്ടല്ലോ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറ്റുന്നതിന് എല്ലാത്തിനും ഞാൻ മാക്സിമം ഉണ്ടല്ലോ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കുറേ കാലമായില്ലേ നമ്മൾ നേർക്കുന്നതൊന്നും സംസാരിച്ചിട്ട്. സോ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരുത്തരാണ് ഇപ്പോൾ ഗൈസ് നമ്മളെ സ്പെക്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ആരാ നമ്മളെ സ്പെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ കണ്ടിട്ട് ഹാക്കർ തോന്നുന്നുണ്ട്. ഹാക്കർ തോന്നുന്നില്ല. പിന്നെ ഗൈസ് മാച്ചിനിടയ്ക്ക് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാലോ കേസ് എൻ്റെ ഇത്രയും കൊല്ലമായിട്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പെട്ടെന്ന് ആ ഒരു ശീലം മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. ബട്ട് മാക്സിമം ഞാനത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എന്തായാലും കേസ് നമ്മളൊന്ന് വണ്ടി എടുത്തിട്ട് നേരെ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് പോയി കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം കേസ് നോക്കുവാണെങ്കിൽ 18 വരെ സ്റ്റിൽ അലയുണ്ട്. നമ്മൾ 6 കില്ലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോണ്ടല്ലോ സോൺ ചെറുതായി വരുന്ന സമയത്തുണ്ടല്ലോ വെറുതെ റിസ്ക് എടുത്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണും. സോ അതുകൊണ്ടുണ്ടല്ലോ ഈ വീടിനകത്ത് കയറിയിട്ട് അവസാനം കേസ് ഉള്ള കില്ല് മൊത്തം ഈ ഒരു കിളി വീടിൻ്റെ ആ ഒരു പൊത്തിക്കൂടെ എടുത്ത് അടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ നോക്കുന്ന സമയത്ത് ഗ്രേവിയാറിൻ്റെ സൈഡിൽ വന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും മുമ്പിൽ എവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു ലാൻഡ് മൈൻ അവിടെ വെച്ച് കിടിലം പോലത്തെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേസ് ഏതെങ്കിലും ഒരു കാട്ടുവാഴ പൊട്ടൻ എന്ന് വിളിച്ചാൽ മരപ്പൊട്ടൻ. ഓക്കെ എന്തായാലും ഏതെങ്കിലും ഒരു പൊട്ടൻ നൈസായിട്ട് കേസ് കയറി വന്നിട്ട് ആ ഒരു ലാൻഡ് മൈനകത്ത് കയറി ചത്ത് വീട് നമുക്ക് ആ ഒരു കില്ല് തരും എന്നൊരു പ്ലാനിലാണ് വെച്ചിരിക്കുന്നത്. സോ കേസ് പണ്ടോട്ടെ യൂസ് ചെയ്യുന്ന ഒരു കിടിലം പോലത്തെ ലാൻഡ് മൈൻ ട്രിക്ക് തന്നെയാണത്. എന്തായാലും അവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കേസ് വെയിറ്റിംഗ് തുടങ്ങണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃത്തികെട്ട ലാംഗ്വേജ്, അതായത് തെറിവിളി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് കേസ് ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ നന്നായിരുന്നതിനായിരുന്നു. കുറേ പേരുന്നില്ല ഒരാളുടെ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാരാന്ന് മിക്കവാറും ഇന്നത്തെ വീഡിയോയും കാണുന്നതായിരിക്കും. കാര്യം അവന് ഞാൻ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രോ സോറി ഞാൻ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല ബാക്കിയുള്ള ആൾക്കാരെ പോലെ. എന്തായാലും എൻ്റെതായ രീതിക്ക് ഞാൻ ഇനി ശ്രദ്ധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. സോ എൻ്റെ വീഡിയോയ്ക്കകത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മെൻഷൻ ചെയ്ത് പറയാവുന്നതായിരിക്കും. ഞാൻ എന്തായാലും കറക്റ്റും ചെയ്യുന്നതായിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും ഫാമിലി ഫ്രണ്ട് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. തൊട്ട് മുമ്പിലേക്ക് നോക്കുന്ന സമയത്തേക്ക് ടവറിൻ്റെ അവിടെ നിന്ന് കിടിലമ്പത്തിൽ എനിമി ഉണ്ടായിരുന്നു. അതേപോലെ താഴെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ആ ഒരു ട്രക്കിൻ്റെ അടുത്ത് എൻ്റെമോ ഒരാവേ നാമിക്കാസെ മിനാട്ടോ ആണോ അത്. എന്തായാലും അവനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ഗ്ലൂ ആളൊക്കെ ഇട്ട് നൈസായിട്ട് കേസ് അവിടെ ഉണ്ടല്ലോ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവൻ എന്താ പുറത്ത് വരട്ടെ, പുറത്തു പോടാ, ധൈര്യം ഉണ്ട് നീ പുറത്തു പോടാ, ഇത് അച്ഛനാളാ വരുന്നില്ല, അവൻ വരുന്നൊന്നുമില്ല കേസ്. ഓക്കെ എന്തായാലും അവനെ നോക്കി വെറുതെ സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെയിലുള്ള എനിമീസിനെ നോക്കുന്നുണ്ട്. ആ ഒരു മലയുടെ മണ്ടയ്ക്ക് മിക്കവാറും ആൾക്കാർ കയറി വരും, പിന്നെ വരായിരിക്കും. സോ ടോപ്പ് 10 അതായത് 10 പേരൊക്കെ അലവായ സമയത്ത് നമുക്ക് നമ്മുടെ ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്ത് അവൈക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാൻ VSS നൈസർ ഉണ്ടല്ലോ ആ ഒരു 99 അവൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ VSSൻ്റെ സ്കിൻ അറിയാലോ കേസ്, പുതിയ സ്കിന്നാണ്. 9 ഡയമണ്ട് കിട്ടിയെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു സ്കിന്ന് കിടിലും പോലത്തെ ഡബിൾ ഡാമേജിൻ്റെ സ്കിൻ തന്നെയാണ് കേട്ടോ. താഴെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസായിട്ട് കേസ് വന്ന് ലാൻഡ് മൈനിൽ പൊട്ടി ചത്ത്. എൻ്റെ മോൻ ഇവരാണ് ഞാൻ ആ പറഞ്ഞ ഫോട്ടോ. ഓക്കെ എന്തായാലും അവനെ കിടിലം പോലത്തെ കില്ല് എടുത്ത് 7 കില്ല് ഈ ഒരു മാച്ച് സെറ്റ് ആയിട്ടുണ്ട്. 8 അലയും അതുപോലെ കേസ് 13.1 റേറ്റിംഗും ആയിട്ടുണ്ട്. 13,000 കേസ്. ഓ മൈ ഗോഡ്, റേറ്റിംഗും നമ്മുടെ കയ്യിലുള്ള കോയിനും കേസ് തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഐ മീൻ ആ ഒരു സിങ്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച കേസ് 13.1 റേറ്റിംഗും 13,000 കോയിൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അതേ സമയത്ത് തന്നെ കേസ് MB40 അവിടെ നിന്ന് 99 നമ്മൾ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ലാസ്റ്റ് സോണിലേക്ക് വന്നിട്ടുണ്ട് 8 പേരെ ലൈവ്, 7 എനിമീസ് എവിടെ വേണമെങ്കിലും നിൽക്കാം. ആ ഒരു കണ്ടെയ്നറിൽ പിന്നെയും കേസ് ഒരു എനിമി നിൽക്കുന്നുണ്ട്. അവനത് കിടിലം പോലത്തെ ഡാമേജ് കൊടുത്തു. പക്ഷേ കേസ് അവനെ കംപ്ലീറ്റ് ചെയ്ത് കുത്തിപ്പിടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ട് സോണിപ്പെട്ട് ചാവേണ്ട ആവശ്യമില്ല. ഈ മുമ്പത്തെ മാച്ച് ഡിയോ കളിച്ച സമയത്ത് ഞാൻ സർസും കൂടെ സോണിപ്പെട്ടൊക്കെ തീർന്ന കേസ്. എൻ്റെ വാശി പിടിച്ച് നിന്നത്. ഓക്കെ ആ എനിമിനെ കൊന്നിട്ടേ പോകത്തുള്ളൂ പറഞ്ഞ് സോണിനകത്ത് തീർന്ന് അവനെ അടിച്ച് കൊല്ലാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം അവൻ നമ്മളെ നോക്കി ഇളിച്ച് കാണിച്ചിട്ട് നമ്മൾ സോണിൽ പിടിച്ചാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഡാമേജ് ഒക്കെ കൊടുത്തിട്ട് മാക്സിമം സേഫ് ആയിട്ട് കളിക്കുന്നത് ഞാൻ പറഞ്ഞത്. സോ എന്തായാലും ഒരു ഗ്രനേഡൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആ ഒരു കാട്ടുവാഴ എൻ്റെ 100 ഡാമേജ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സോണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോണിപ്പെട്ട് അവൻ ചാവും എന്ന് നമ്മൾ വിചാരിച്ച് നൈസായിട്ട് കേസ് ഇപ്പം സൈഡ് നോക്കുമ്പോഴത്തേക്കും ഗ്രേവിയാറിൻ്റെ സൈഡിൽ എവിടെ എനിമി എൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അവിടെ ഡ്രോപ്പൊക്കെ വരുന്നുണ്ട്. എതിരെ കൂടെ വേണമെങ്കിൽ എനിമീസ് വരാം. മാത്രമല്ല കേസ് ചെറിയ സോണാണ്, ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇപ്പം കയറി റഷ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും കേട്ടോ. എവിടെയൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നതുണ്ടോ, വീടിൻ്റെ മണ്ടയ്ക്ക് മറ്റേ L ഷേപ്പിന് മേളിൽ ആ ഡ്രോപ്പിന് കീഴെ എല്ലായിടത്തും ആൾക്കാരുണ്ട്. സോ നമ്മുടെ ഒരു എപ്പോൾ കാണിക്കുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരിക്കും. അവന്മാർക്ക് കിടിലമ്പോഴത്തിൽ പോയിട്ട് നമ്മൾ മുമ്പിൽ തെറ്റി അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. സോ അതുകൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പയ്യെ കളിക്കണം. കാര്യം അവസാനം വരെ വെള്ളം പോയിട്ട് അവസാനം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കലവടയ്ക്കാന്ന് പറഞ്ഞൊരു അവസ്ഥയിലെ കേസ് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നത്. കാര്യം വീഡിയോ കൂടെ സെറ്റ് ആവണ്ടേ. ബൂയി അടിച്ചില്ല നിങ്ങൾ ചോദിക്കും, ഇത്രയും കാലമായിട്ട് ബൂയി അടിക്കുന്നൊരു ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആയില്ല നിങ്ങൾ ചോദിക്കത്തില്ല, എനിക്കറിയാം. സോ അതുകൊണ്ട് മാക്സിമം മുതൽ
അങ്ങനത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള മാച്ചസ് മാത്രം നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാര്യം നമ്മുടെ സ്ക്വാഡായിട്ട് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ടീമായിട്ട് മീ ഗെയിമേഴ്സ് ഒന്ന് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് മാക്സിമം വീഡിയോസ് കിട്ടും. അതുകൊണ്ട് നല്ല നല്ല ഗെയിം പ്ലേസ് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം കേട്ടോ. അതേപോലെ തന്നെ എല്ലാം മൂവി അടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, മൂഞ്ചി തിരുത്തും ഞാൻ അപ്ലോഡ് ചെയ്യും. കാര്യം ഗൈസ് നമ്മൾ അങ്ങനെയല്ലേ വളർന്ന് വന്നേ, അതുകൊണ്ടാണ് കേട്ടോ. ഈ സമയത്ത് ഗൈസ് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരാണെങ്കിൽ വണ്ടി എടുത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടി ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് അവനെ പുറത്തിറക്കി നോക്കുമ്പോഴത്തേക്കും അവൻ പിന്നെയും ഗ്രൂ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 പേരാണ് സ്റ്റിൽ അലൈവായിട്ടുണ്ടായിരുന്നത്. ഒരുത്തനെ ഞാൻ കൊണ്ട് മുമ്പിലുണ്ട്. വേറൊരു കാട്ടുവാഴ എവിടെയാടാ, കാണുന്നില്ലല്ലോ, അവനെ കാണുന്നില്ല കേസ്. ഓക്കെ, എന്തായാലും ആ കാട്ടുവാടനെ കണ്ടില്ല. നോക്കുമ്പോഴത്തേക്ക് 2 ആൾക്കാർ മാത്രം, പിന്നെയും 3 എങ്ങനെ ഇത് എൻ്റെ പൊന്ന് കേസ്. എന്തായാലും മേളിലൂടെ ഉണ്ടല്ലോ, എന്തായാലും ഒരുത്തൻ പറന്നിറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. നോക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ മുമ്പിൽ ഒരുത്തനുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ചെറിയവിൻ്റെ അടുത്ത് ഒരുത്തനുണ്ട്. നോക്കുമ്പോഴത്തേക്ക് മേളിൽ കേസ് എൻ്റെ അമ്മ അവൻ ഇതുവരെ ചെത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ആ മേളിലുള്ള നൈസർ കേസ് കുറച്ച് അധികം ഡാമേജ് കൊടുത്തു. സോളിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് പിന്നെയും കേസ് അലൈവ് 2 ആയി. കാട്ടുവാഴ എനിമിയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു എനിമീനെ കൂടെ നൈസായിട്ട് കേസ് അടിച്ച് കംപ്ലീറ്റ് ആക്കി കില്ലെടുത്തു. സോൺ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു, ലൈഫ് നന്നായിട്ട് പോയി. പക്ഷേ കേസ് അടിച്ച് കയറി നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഒന്ന് MP4 അടിച്ചിട്ട് നല്ല കിടിലമ്പോത്തിന് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗ്ലൂ എടുത്ത് അവിടെ പവർ യൂസ് ചെയ്ത് അവനെ അടിച്ചുറക്കി കിടിലമ്പോത്തിന് പോയി കേട്ടോ. എൻ്റെ അമ്മ വേറെ ലെവൽ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടക്കാൻ പോത്തിട്ടാണ്. ഗായ്സ്.